ഹായ് ഫ്രണ്ട്സ്, ശിവസുധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട ദോശയുടെ വിഭവമായിട്ടാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ദയവായി കാണണം. കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അടുത്ത ദിവസം നമ്മൾ എടുത്തു വെച്ച അരിമാവാണ്. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഞാൻ അരിമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് സവാള വേണം, അതേപോലെ തക്കാളി വേണം, പച്ചമുളക് വേണം. ഇതിലും കൂടുതൽ ക്യാരറ്റും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവേ, ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. മുട്ട ദോശയല്ലേ, അപ്പം നമുക്ക് പിന്നെ വേണ്ടത് മെയിനായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ മുട്ട ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കെന്നിട്ട് ആവശ്യമനുസരിച്ച് നമുക്ക് കുറേശ്ശെ നമുക്ക് ആദ്യം സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് കൊടുക്കണം. എന്നിട്ട് ഇതിൽ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്ന ഒരു പിഞ്ച് മുളക് പൊടി, അത് നമുക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം. ഇതുപോലെ ഒരു പിഞ്ച് കുരുമുളക് പൊടി. ഇതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ദോശമാവ് നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മുട്ടയ്ക്ക് വേണ്ടിയുള്ള. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ആണ്, കറിവേപ്പിലയാണോ മല്ലിയിലയാണോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതും ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്യാരറ്റ് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ച് ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു തവയിലേക്ക് ഇതേപോലെ ദോശമാവ് ഇതേപോലെ പരത്തിയെടുക്കണേ. അപ്പോൾ എനിക്ക് ഇച്ചിരി പരത്തിയെടുക്കുന്ന ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്ക് ചിലർക്കാണെങ്കിൽ കുഞ്ഞു ദോശയായിരിക്കും ഇഷ്ടം, അതനുസരിച്ച് ചെയ്യണേ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് തൂവിക്കൊടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയുടെ ബാറ്റർ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുകയും കൂടെ ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ മേലേക്കും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഈ സൈഡ് ഭാഗമെല്ലാം ഉണ്ടല്ലോ, അതാണെങ്കിൽ അങ്ങോട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ചിടാൻ എളുപ്പമോ. ആ സമയമാകുമ്പോൾ നമുക്കിതേപോലെ നമ്മുടെ ചട്ടുകം കൊണ്ട് നമുക്കിതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി കരിഞ്ഞും പോയിട്ടില്ല, നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ ദോശ കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ ദോശ ഒത്തിരി ഇട്ട് അങ്ങ് വേവിക്കരുത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാൻ. അപ്പം നമുക്കിതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, കറിയില്ലെങ്കിലും നമുക്ക് നല്ലതാണ്. ഇതല്ലാതെ വേറൊരു രീതിയിലും നമുക്കിതുണ്ടാക്കാമേ. നമുക്ക് ദോശ തവയിലേക്ക് ഇതേപോലെ മാവ് കുഴി വെച്ചിട്ട് നമുക്ക് നേരിട്ട് തന്നെ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഈ രീതിയാണ്. അപ്പോൾ ഈ രീതിയാണ് ഇച്ചിരി എളുപ്പം. എന്നിട്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്. അപ്പോൾ ഈ സവാളയിലും തക്കാളിയിലും കുറച്ച് ഉപ്പും കൂടി പരട്ടിയിട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് ഞെരടിയിട്ട് വേണം ഈ സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിതിന് ഉപ്പ് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ട് ഞെരടിയ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനിടാം, നമുക്കിഷ്ടം പോലെ. എനിക്കൊക്കെ സവാളയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലിടുന്നത് വലിയ ഇഷ്ടമാണ്, കടിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുത്തിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് മറിച്ചിടണം. കണ്ടോ, നമ്മളിതേപോലെ അങ്ങ് മറിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നമുക്ക് കമൻസായിട്ട് അറിയിക്കണേ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, താങ്ക്